ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ സമയം രാവിലെ 6:33. രാവിലെ 5:30 എണ്ണീറ്റ് കട്ടിലേന്ന് നിന്ന് എണ്ണീറ്റ് ഒരു ചെറിയൊരു ചായ കുടിച്ചിട്ട് ഇറങ്ങി ഓടുന്നൊരു വരവാണിത്. അപ്പോൾ അങ്ങോട്ട് ഇപ്പോൾ നമ്മൾ ഓരോരുത്തർ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ രാത്രിയിലത്തെ ഒരു മോഹമാണ്. അതാണ് രാവിലെ കട്ടിലേന്ന് അതേപടി എണ്ണീറ്റ് ഒരു ഓൾറെഡി ഇച്ചിരി ലേറ്റാണ്. ഒരു 5 മിനിറ്റിൽ ഇങ്ങനെ എത്തും. സോ ഇതിപ്പം അവിടെ ചെന്നിട്ട് കാണിക്കുക. ഇപ്പോൾ ഇവിടെ കാണും പോലീസ് വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ ക്യാമറ പിടിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ പിടിച്ച് ടിക്കറ്റ് അടിച്ച് കൈ തരും. അപ്പം എന്നാ ബാക്കി അവിടെ ചെന്ന് സംസാരിക്കാം. ആക്ച്വലി ഒരു പ്രശ്നമുള്ളത് ഇതിൻ്റെ പാർക്കിംഗ് ഫീൽഡ് ഓപ്പൺ ആണോ എന്നുള്ള കാര്യം അറിയാൻ മേല. ഹോപ്പ്ഫുള്ളി ഓപ്പൺ പാന ഇല്ലെങ്കിൽ ഇവിടം വരെ വന്നത് കോമഡിയാണ്. നമുക്ക് പോയി നോക്കാം. ഐ ഡോണ്ട് നോ. ഞാൻ പണ്ടെപ്പോഴോ വന്നപ്പം ഐ തിങ്ക് ആ സമയത്ത് ഓപ്പൺ അല്ലായിരുന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നോക്കാം. ഫിംഗേഴ്സ് ക്രോസ്ഡ്. പ്ലീസ് ബി ഓപ്പൺ. ഗൈസ് ഓപ്പണാണ് ഗൈസ്. ഫീൽഡ് ഓപ്പണാണ് ഗൈസ്. അതിന് രക്ഷപ്പെട്ട് ഒരൊറ്റ പടികുഞ്ഞില്ല. എന്താ സുഖം. ഗുഡ് മോർണിംഗ് ഫ്രം ഡെഡ് പോൾ ചേട്ടൻ. ഇപ്പം വീണ്ടും ഗുഡ് മോർണിംഗ്. നമ്മളെത്തിയിരിക്കുകയാണ്. സോ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ജോൺസ് ബീച്ച് സ്റ്റേറ്റ് പാർക്കിലാണ്. രാവിലെ സൺറൈസ് എന്നുള്ളൊരു പ്രാന്തിൽ ഇറങ്ങിയതാണ്. ഇപ്പോൾ പുറത്ത് കാണാൻ പറ്റുമോയെന്ന് എനിക്കറിയത്തില്ല. ഇല്ല, കാണില്ല. ഇപ്പോൾ പുറത്ത് 32 ഡിഗ്രി ഫാരൻഹൈറ്റ് എന്ന് പറയുമ്പോൾ 0 ഡിഗ്രി സെൽഷ്യസ്. മൊത്തം അടച്ചു മൂടിയായിട്ടേക്കുന്നത്. നല്ല തണുപ്പത്തിനുള്ള ബൂട്ട്സ് എല്ലാം ഇട്ടാണ് ഇറങ്ങിയത്. പുറത്ത് കാറ്റില്ല എന്ന് പറഞ്ഞാൽ ആക്ച്വലി നെവർ മൈൻഡ്, കാറ്റുണ്ട്. കൊട്ടിക്കടന്ന് പാറി നടക്കുന്നത് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അതെ, നല്ല കാറ്റുണ്ട്. സോ ബീച്ചിൻ്റെ സൈഡാണ്. അപ്പം സൺറൈസ് എന്നുള്ള ഉദ്ദേശത്തിലൂടെ നമ്മൾ ഇങ്ങോട്ട് ഇവിടെ കടന്നു വന്നിരിക്കുകയാണ്. ഒരു ഭ്രാന്ത്. ഇന്നലെ രാത്രി ഇരുന്നപ്പോൾ അങ്ങനെ ഇറങ്ങണമെന്ന് തോന്നി ഇറങ്ങി. അത്രേ ഉള്ളൂ. നമുക്കിനി അങ്ങോട്ട് നടന്നുകൊണ്ട് സംസാരിക്കാം. വെച്ച് താമസിപ്പിക്കേണ്ട. 6:45 എന്നുള്ളതാണ് സൺറൈസ് ടൈം എന്നൊക്കെ പറഞ്ഞേക്കുന്നത്. അപ്പോഴത്തേക്കിന് ചടവിടെ നിന്നെല്ലാം ചുവന്ന് തുടുത്ത് വെളുത്ത് വരും. പക്ഷെ ഇന്നലെ നോക്കിയപ്പോൾ ക്ലൗഡി അല്ല എന്നാണ് കാണിച്ചിരുന്നത്. പക്ഷേ ഇപ്പം അത്യാവശ്യമല്ല, കുറച്ച് ക്ലൗഡിയാണ്. ഏതായാലും ലെറ്റ്സ് ഗോ ദേർ. മൈക്കും സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചൊന്ന് സെറ്റാവട്ടെ. നല്ല വെട്ടം വിളിച്ചായിട്ടുണ്ട്. നല്ല തണുപ്പുണ്ട് ആക്ച്വലി. വലിയ തണുപ്പ് കാണാത്ത നോർമൽ, ഞാനൊന്നും പറയുന്നില്ല. ഈ സ്റ്റിൽ വിൻ്റർ എന്നുള്ള ഇതിൽ ഈ അവസ്ഥയിൽ ഇപ്പോൾ ഇങ്ങോട്ട് വരുന്നത് വെച്ചാൽ കാറ്റൊക്കെ ആയി കഴിയുമ്പോൾ ഇപ്പോൾ എനിക്കൊന്ന് 15-20 ഡിഗ്രി ഫാരൻഹൈറ്റാണ്. ഇവിടെ ഞാൻ മാത്രമേ ഉള്ളെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നല്ല ഇവിടെ ഞാൻ പണ്ട് ഇതുപോലൊരു തണുത്തൊരു നല്ല കാറ്റും തണുപ്പുള്ള രാത്രിയിൽ ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് ചേട്ടനെയും കൂട്ടി ഇവിടെ രാത്രിയിൽ ഇങ്ങനെ രാത്രി 9 മണിക്കോ 9:30 കണ്ടുവന്ന് ഫോട്ടോ എടുക്കാനായിട്ട്. അവൻ്റെ 1-2 പോർട്രേറ്റ്സ് എടുക്കാമെന്ന് പറഞ്ഞ് അവനെ വിളിച്ചുണ്ടാക്കിയത്. അവൻ എന്നെ വിളിച്ച് കൊന്നില്ല എന്നേ ഉള്ളൂ. ആ ഫോട്ടോസ് ആക്ച്വലി പണ്ട് 2-3 കൊല്ലമായെന്ന് തോന്നുന്നു. അത് ആ ഫ്രീസിങ് മൊമെൻറ്റ്സ് കിടപ്പുണ്ട് ആക്ച്വലി. നമ്മളിപ്പോൾ നടന്നു വന്നുകൊണ്ട് താഴെ ടണ്ട് മാതിരി കണ്ട് അതിനകത്ത് നിന്നും ഇവിടെ ഇതിൻ്റെ ബോർഡ് വോക്കിൽ വന്ന് നിന്ന് എല്ലാം എടുത്ത്. ബട്ട് ആക്ച്വലി സൺറൈസ് മിസ്സായിട്ടില്ല. കാരണം ഇഫ് യു ഗൈസ് ക്യാൻ സീ അങ്ങ് ദൂരെ നല്ല ചുവന്ന് തുടുത്ത് നല്ല വെട്ടം വെളിച്ചായിട്ട് വരുന്നുണ്ട്. ഓൾമോസ്റ്റ് ടൈമാണ്.
ഈ തണുപ്പും കാറ്റൂടെ വന്നതിൻ്റെ ഒരു പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ എൻ്റെ കണ്ണ് നല്ലപോലെ കണ്ണിൽ നിന്ന് വെള്ളം വരും, കരയുന്നതല്ല. അങ്ങനെ കുരുവികളുടെ കളകളനാദവും പാട്ടും എല്ലാമായിട്ട് എന്താ രസം. ഈ ഒരു തണുപ്പില്ലായിരുന്നുണ്ടായിരുന്നെങ്കിൽ ഇച്ചിരി വൈബായിരുന്നു. ഞാൻ ഇന്നലെ ചുമ്മാ രാത്രി അന്നേരം തന്നെ ഇപ്പോൾ 1-2 പേരോട് ഞാൻ ചോദിച്ചു വരുന്നുണ്ടോ, രാവിലെ 5:30. പിന്നെ പറഞ്ഞു നല്ല തണുപ്പായിരിക്കും, വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. കയ്യിൽ ഗ്ലൗസ്, കാലിൽ നല്ല കട്ടിയുള്ള ബൂട്ട്സ്, സ്വെറ്റ് പാൻറ്റ്, തലയിൽ ഇത് ഡബിൾ ലെയർ. ഇതിൻ്റെ അകത്ത് ഇത് ഫ്ലീസ് ലെയർഡാ. അപ്പോൾ ഓൾറെഡി എല്ലാം നല്ല കട്ടിയിലാണ് എനിക്ക്. എന്നിട്ടും എനിക്ക് കൈയും കാലും എല്ലാം തണുക്കുന്നുണ്ട്. മൊത്തത്തിൽ വൈബാണ്. ആക്ച്വലി ഐ ക്യാൻ ലൈക്ക് ദിസ്. ഇന്നലെ നോക്കിയപ്പോൾ ഞാൻ കുറച്ചും പറഞ്ഞു, ഇന്നലെ നോക്കിയപ്പം ക്ലൗഡി അല്ല എന്നാണ് കാണിച്ചത്. സോ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പക്ഷെ ഇന്നിപ്പോൾ രാവിലെ നോക്കിയപ്പോൾ എണീറ്റ് നോക്കിയപ്പം തണുപ്പും ഇച്ചിരി ക്ലൗഡിയും കാണിക്കുന്നുണ്ടായിരുന്നു. ആൻഡ് ഒക്കെ മൊത്തത്തിൽ മിസ്സായിട്ടില്ല, എന്നാലും അത്ര ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു സൺറൈസ് അല്ല. പക്ഷെ കാണാൻ നല്ല രസമുണ്ട്. ആക്ച്വലി നമ്മൾ ഈ സ്വർഗത്തിൻ്റെ കവാടം തുറന്നിരിക്കുന്ന പോലെ മോളിൽ നിന്ന് ഇങ്ങനെ ചെറിയൊരു ഇങ്ങനെ ഇതും എല്ലാമായിട്ട് ഞാനങ്ങ് ദൂരെ ഓടി വരുന്നൊരു ചേട്ടനെ കാണുന്നുണ്ട്. ചേട്ടൻ രാവിലെ ജോഗിങ്ങിന് ബീച്ചിലിറങ്ങിയതാണെന്ന് തോന്നുന്നു. വെൽക്കം ടു എ ലോങ് ഐലൻഡ് സൺറൈസ് വിത്ത് അബീബി. അയ്യോ തണുത്തിട്ട് കരയുന്നാട്ടോ, പേടിക്കണ്ട. ഇത് ഈ കാണുന്ന തൂണും പലകളൊക്കെ എനിക്കൊന്ന് എൻ്റെ ഒരു അറിവ് വെച്ച് അതുപോലെ ജോൺസ് ബീച്ച് ഇവിടെയുള്ള ഒരു അഡ്വഞ്ചർ കോഴ്സ് പോലത്തെ സംഭവം. ഞാൻ ഇവിടെ വന്നിട്ടില്ല, ഇങ്ങനെ കേട്ടുള്ളൂ. ഇതുപോലെ എനിക്ക് സമ്മർ ടൈമൊക്കെ ആകുമ്പോൾ അത് മൊത്തം സെറ്റപ്പ് ചെയ്ത് നല്ല വൈബാണ്. ഫോട്ടോയിൽ കാണാൻ ഒത്തിരി അടിപൊളിയായിട്ട് മൊത്തത്തിൽ എന്താ. ഞാൻ ആ സാധനമാണ് പറഞ്ഞത്, അവിടെ ആ ഒരു സ്വർഗത്തിൻ്റെ കവാടം എന്ന് പറയുന്നത് അവിടെ മാത്രം നല്ല വെളിച്ചം. എനിക്കൊന്ന് ആ മേഘത്തിൻ്റെ അടിയിൽ സൂര്യൻ പാത്തിരിക്കുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ കൂടെ അടിച്ച് കയറി വരുന്നതാണ്. അയ്യോ ഗ്ലൗസ് ഊരി കയ്യിൽ നല്ല ഇപ്പം തന്നെ അയ്യോ മരവിച്ച് അയ്യോ. ബീച്ചിലോട്ട് ഇറങ്ങണം എന്നുണ്ട്, പക്ഷേ കാലി ബൂട്ട്സ് ഇതായതുകൊണ്ട് മൊത്തം മണ്ണ് കയറി നല്ല അനുഭവം. പിന്നെ അതിൻ്റെ അകത്തൊന്നും എടുത്ത് കളയണമെന്നുണ്ടെങ്കിലും മെനക്കേടാ. കൈ ആ ഒരു മിനിറ്റ് ഊരി വെച്ചപ്പോൾ തന്നെ കൈ മരവിച്ച് നല്ല തണുപ്പാണ്. ആൻഡ് ആക്ച്വലി അപ്പോൾ സൂര്യൻ എൻ്റെ അടിയിൽ നിന്ന് പാത്തിറങ്ങി വന്നിട്ടുണ്ട്. നല്ല ഇനിയിപ്പം ആദ്യത്തെ ആ സൺറൈസ് ഇപ്പോഴും ഇനിയൊരു 10 മിനിറ്റോടെ കാണും. അത് കഴിയുമ്പോഴത്തേക്ക് സൂര്യൻ അങ്ങ് മുകളിലെത്തും. നല്ല വൈബാണ്. പക്ഷെ സമ്മർ ടൈമൊക്കെ ആകുമ്പോഴത്തേക്ക് ഈ ഒരു സമയം ഇവിടെ അത്യാവശ്യം ആൾക്കാരാകും. പ്രത്യേകിച്ച് അത്യാവശ്യം ആൾക്കാർ ഇൻ ദ സെൻസ് ലൈക്ക് രാവിലെ ഓടാൻ ഇറങ്ങുന്നവരും നടക്കാനായിരുന്നു അങ്ങനെയുള്ളൊരു ആക്ച്വലി ഒത്തിരി പേര് ഉണ്ടായ എക്സസൈസ് ചെയ്യാനും പറ്റും. നമ്മുടെ ബോർഡ് വാക്ക് അത്യാവശ്യം നൈസൊരു സംഭവമാണ്. ഞാൻ ആക്ച്വലി ഈ ബോർഡ് വാക്ക് ഇതുപോലൊരു സൺറൈസ് ഞാൻ പണ്ടിങ്ങനെ വന്ന് ഞാൻ രാവിലെ ഈ സമയത്ത് വന്ന് ഇങ്ങനെ ഫോട്ടോ എടുത്ത് അതും ആക്ച്വലി റിസ്യൂമൻസ് കിടപ്പുണ്ട്. അപ്പം ഇങ്ങനെ വന്ന് ഇവിടെ നിൽക്കുമ്പോൾ ഓരോരോ ഇങ്ങനെ അത് ഓരോന്നൊക്കെ ഓർമ്മ വരുന്നു. എന്താ രസം. നീ കുറച്ച് നേരം ഇരുന്ന് സംസാരിക്കാം. പെൻറ്റനകത്ത് തന്നെ ആസനം തുടങ്ങുന്നു. ഞാനിപ്പോൾ അവസാനം വീഡിയോ ഇട്ട് എനിക്ക് തോന്നുന്നു ഒരു 3 ആഴ്ചയോളമായി അവസാനത്തെ അപ്ലോഡ്. മേബി 1 മാസത്തോളം ആവുന്നു. കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് ഇങ്ങനെ ഇപ്പം അത് പറഞ്ഞല്ല ലൈഫ് ഗെറ്റ്സ് ഇൻ ദ വേ എന്ന് പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ ഓരോന്നിൻ്റെ പുറകെ ഓടി നടപ്പായിരുന്നു. ഞാനൊരു വീഡിയോ നേരത്തെ എടുത്ത് വെച്ചത് അതിൻ്റെ എഡിറ്റിംഗ് ഒക്കെ ചെയ്ത് ഇങ്ങനെ മുക്കാലാക്കി വെച്ചേക്കുവാണ്. അല്ലെങ്കിൽ ചെയ്യുന്നുണ്ടായിരുന്നു കിട്ടുന്ന ഗ്യാപ്പിൽ. പക്ഷേ മൊത്തം ചെയ്ത് തീർക്കാനുള്ള ഒരു സന്ദർഭം കിട്ടിയില്ല. ഇത് ആക്ച്വലി ഇന്നിപ്പോൾ ഈ അടുത്ത് ഇത് ചെന്നിട്ട് ഇതിൻ്റെ ഇത് ചെയ്യണം, പിന്നെ എന്തിനാ മറ്റേതായിരിക്കും ആദ്യം വരാൻ പോകുന്നത്. പക്ഷേ കുറച്ച് തിരക്കായിരുന്നു. കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇത് വേണമെന്നുണ്ടെങ്കിൽ
എല്ലാ ആഴ്ചയും ഓരോന്ന് വിധം ഇടണം എന്നുള്ളതാണ് ഒരാഗ്രഹം. അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. But yeah, life gets in the way. It's been a busy 3-4 weeks, really busy. And actually അടുത്ത മാസം അതിൻ്റെ അടുത്ത മാസവും ഇച്ചിരി കൂടെ സാവകാശമായിരിക്കും, എന്നാലും still will be busy. അപ്പോൾ അതിനിടയ്ക്ക് I'll try to find small things. വണ്ടി എടുത്ത് ഇന്നിപ്പോൾ രാവിലെ ഇന്നലത്തെ രാത്രിയിലത്തെ ഒരു തീരുമാനമായിരുന്നു. അതുപോലെ 1-2 എണ്ണങ്ങൾ ഇനിയും പ്രതീക്ഷിക്കും. അന്നേരം തോന്നുവാണെങ്കിൽ എന്താ തോന്നുന്നു അന്നേരം അത്രയും. ആക്ച്വലി ഇപ്പം നല്ല വെട്ടമായിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ അടുത്ത 2-3 മിനിറ്റിൽ അല്ലെങ്കിൽ 5-10 മിനിറ്റിൽ സൂര്യൻ ഉച്ചയിലെത്തുന്നു. ഇപ്പം കണ്ട ഇനിയിപ്പം നല്ല വെട്ടം. ഇനിയിപ്പം അങ്ങോട്ട് നോക്കിയിരിക്കാൻ പറ്റത്തില്ല, കണ്ണടിച്ചു പോകും. വേറെ ആൾക്കാർ നടന്നു വരുന്നുണ്ട്. ഞാൻ അങ്ങ് ദൂരെ നിന്ന് 2-3 പേര് നടന്നിങ്ങനെ വരുന്ന കാണുന്നത്. എല്ലാം ആക്ച്വലി പ്രായമുള്ളവരാണ്, അല്ലെങ്കിൽ ഇവിടെ ജോലി ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഈ ഇച്ചിരി കൂടെ പ്രായമുള്ളവരൊക്കെ ഈ രാവിലെ തണുപ്പത്തും. പക്ഷെ അവർക്ക് രാവിലെ കട്ടിലെ നിന്നിട്ട് വരുന്നു, ഓടാൻ ഇറങ്ങുന്നൊന്നും അവർക്ക് അങ്ങനെ പ്രശ്നമൊന്നും കാര്യമില്ല. അല്ലാത്തങ്ങൾ അമ്മടി പിടിച്ച് കട്ടയെ തലച്ചിട്ടുണ്ട് കിടക്കണത്. പക്ഷേ ഇന്നത്തെ വളവളനാദങ്ങൾ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ഇതൊരു ചെറിയൊരു വ്ളോഗെന്ന് പറയുന്നില്ല. രാവിലെ ഞാൻ അങ്ങനെ ഇറങ്ങണം തോന്നി, അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങളെയും കൊണ്ടുവന്നു ഇച്ചിരി കണ്ടൻ്റ് ആയിക്കോട്ടെ എന്ന് കരുതി. അപ്പോൾ പിന്നെ ഇതും എടുത്തു. I'm not fully satisfied. ആ ഒരു ക്ലൗഡി മേഘം വൈബായതുകൊണ്ട്. ക്ലൗഡൊന്നും ഇല്ലാത്ത സമയമാണെന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും അടിപൊളിയാണ്, ഒരു രക്ഷയില്ലാത്ത വൈബാണ്. പക്ഷെ ഇന്ന് ഇറ്റ്സ് ഓക്കെ. ഇന്നത്തേക്കിന് ഇത് ധാരാളം. ഹാഫ് സാറ്റിസ്ഫൈഡ്. ബാക്കി സാറ്റിസ്ഫാക്ഷൻ ഇനി അടുത്തോട്ടം ഞാൻ വീണ്ടും വരും. വീണ്ടും അടുത്ത 2-3 ആഴ്ചയിൽ വീണ്ടും പ്രതീക്ഷിക്കുക. വീണ്ടും വന്ന് നമുക്കന്ന് കൈ പിടിക്കാം. ഏതാണ്ടൊക്കെ കുറേ പറഞ്ഞു കേട്ടാ. എന്തൊക്കെയാണ് പറഞ്ഞത് എന്നോട് ചോദിക്കല്ലേ. ബീച്ചിൽ ഇറങ്ങാനുള്ള പ്രശ്നം നോക്കി ഇവിടെ തീർക്കാം. ഫിൽ ദ ബീച്ച്. ഇതൊന്നും ഇടാൻ പറ്റൂല. ഈശ്വര എന്തൊക്കെയാണ് പറയണേ. രാവിലെ ഫുഡ് കഴിച്ചിട്ടില്ല, കാപ്പിയില്ല, അതിൻ്റെ എല്ലാം കേട്ടോ. മൈൻഡ് ചെയ്യണ്ട. സോ അഗൈൻ സേ ബൈ ടു ജോൺസ് ബീച്ച്. വിൽ ബി ബാക്ക് അഗൈൻ pretty soon. Actually we'll be back again pretty soon. തണുപ്പൊന്ന് മാറിക്കഴിഞ്ഞാൽ ഇച്ചിരി ഒരു സുഖമായിരിക്കും. 1-2 പേരെയും കൂടെ കൂട്ടും. എൻ്റെ പേരത്തിനൊക്കെ വിളിച്ചിറക്കും. ഈവനത് ബുധനാഴ്ച ആക്ച്വലി 70 വെതർ കാണിക്കണം. 70 ഫാരൻഹൈറ്റ്. അത് ആക്ച്വലി പക്ഷേ ആ സമയങ്ങളിലെ മഴയാണ്. ജോലിയുള്ള ദിവസങ്ങളിൽ രാവിലെ എണ്ണീറ്റ് വരവ് നടക്കുന്ന കാര്യമല്ല. വീക്കെൻഡ്സാണ് സൗകര്യം. അപ്പോൾ എന്നാൽ നമുക്ക് വണ്ടിയിലോട്ട് കടന്നു പോവാം. ഇപ്പം നമ്മുടെ ഇന്നത്തെ മോർണിംഗ് സൺറൈസ് എക്സ്പെഡിഷൻ ഇവിടെ അവസാനിക്കുകയാണ്. സൂര്യൻ ഉച്ചയിലെത്താറായി. അത്രയ്ക്കൊന്നുമില്ല, എന്നാലും നമ്മുടെ നാട്ടിലെ ആകാശവാണിയുടെ പ്രഭാത വർത്തമാനം പോലെ ഈ അബിബീസ് വളവളനാദങ്ങളിലേക്ക് ട്യൂൺ ചെയ്ത എല്ലാവരോടുള്ള സ്നേഹം അറിയിച്ചുള്ളത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ വീണ്ടും കടന്നു വരികയാണ്, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതാണ് എൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ട്. പിന്നെ ലൈക്ക് ആസ് ഓൾവേസ് താങ്ക് യു ടു ഓൾ മൈ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്. എല്ലാ കാര്യങ്ങളും ഓരോന്ന് ചെയ്യുമ്പോഴും അതിൻ്റെ തെറ്റാതെ വഴി എടുത്ത് പറയുകയും എല്ലാം ഹെൽപ്പ് ചെയ്യുന്ന എല്ലാവരോടുള്ള സ്നേഹം നന്ദി അറിയിച്ചു കൊടുക്കുന്നു. ഇനിയും ഇതുപോലെ വീഡിയോസ് ഞാൻ ഇടാം. I'll try to. ഓരോ തിരക്കുമെല്ലാം, പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ സമയം കണ്ടെത്തി ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഐ വിൽ ഡു ബെറ്റർ. അപ്പോൾ ഇന്നത്തെ കുറച്ചും പറഞ്ഞ പോലെ ഇന്നത്തെ വളവളനാദങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. It's your boy BB signing off. I'll see you guys in the next one.